ലോകവേദിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വീണ്ടും വൻ നാണക്കേട്. ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിക്ക് പിന്നാലെ അമേരിക്കയും ഇറ്റലിയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം തകർന്നിരിക്കുകയാണ്. ഉച്ചകോടിക്കിടയിൽ തനിക്കൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയോ മെലോണി യാചിച്ചു എന്ന ട്രംപിന്റെ പരിഹാസമാണ് ഇപ്പോൾ വലിയൊരു വിവാദമായി മാറിയിരിക്കുന്നത്. ഇതിന് ചുട്ട മറുപടിയുമായി മെലോണി തന്നെ നേരിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. താനോ തന്റെ രാജ്യമോ ആരോടും യാചിക്കാറില്ല എന്ന ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ടാണ് മെലോണി അമേരിക്കൻ പ്രസിഡന്റിന് മറുപടി നൽകിയത്. ഇതോടെ ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി അമേരിക്കൻ സന്ദർശനം വരെ റദ്ദാക്കിയിരിക്കുകയാണ്. ഇത്തവണത്തെ G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത ലോക നേതാക്കൾക്കെല്ലാം ഒരു കാര്യം വ്യക്തമായിരുന്നു: ലോകത്തിന്റെ വളർന്നു വരുന്ന അധികാര കേന്ദ്രം ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളല്ല, മറിച്ച് ഇന്ത്യയാണ്. അതുകൊണ്ട് ഇന്ത്യയായിരുന്നു ഇത്തവണത്തെ G7 ഉച്ചകോടിയിലെ ഹോണറബിൾ ഗസ്റ്റ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വമ്പൻ റെഡ് കാർപ്പറ്റ് സ്വീകരണമാണ് ഫ്രാൻസിൽ ലഭിച്ചത്. എന്നാൽ ലോക പോലീസായ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനാകട്ടെ വളരെ തണുപ്പൻ സ്വീകരണമാണ് ലഭിച്ചത്. ഈ അവഗണനയിൽ വലിയ നിരാശനായിരുന്ന ട്രംപ് ഇറ്റാലിയൻ മാധ്യമമായിട്ടുള്ള ലാ 7 നൽകിയ അഭിമുഖത്തിലാണ് തന്റെ ഇച്ഛാഭംഗം മുഴുവൻ മെലോണിയുടെ മേൽ തീർത്തത്. സഹതാപം തോന്നിയിട്ടാണ് താൻ മെലോണിയോട് സംസാരിച്ചതെന്നും അവർ ഫോട്ടോയ്ക്ക് വേണ്ടി യാചിക്കുകയായിരുന്നു എന്നുമാണ് ട്രംപ് പറഞ്ഞത്. മുൻപ് ട്രംപിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായിരുന്നു ഈ പറയുന്ന മെലോണി. എന്നാൽ സ്വന്തം രാജ്യത്തിന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്തതോടെ മെലോണി ശക്തമായി തിരിച്ചടിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളുടെ ശത്രുക്കളോട് വലിയ മയത്തിൽ പെരുമാറുന്ന ട്രംപ് സ്വന്തം സഖ്യകക്ഷികളെയാണ് നിരന്തരം അപമാനിക്കുന്നതെന്ന് മെലോണി തുറന്നടിച്ചു. അമേരിക്കയോടുള്ള യൂറോപ്പിന്റെ വിധേയത്വം അവസാനിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സൂചന കൂടിയാണത്. ആഗോളവേദിയിൽ തങ്ങളുടെ മേധാവിത്വം നഷ്ടപ്പെടുമ്പോൾ സ്വന്തം സഖ്യകക്ഷികളെ തന്നെ അപമാനിച്ച് മേൽക്കൈ നേടാൻ ശ്രമിക്കുന്ന വളരെ തരംതാണ ഒരു തന്ത്രമാണ് ട്രംപ് ഇവിടെ പയറ്റിയത്. ഒരു ലോകമഹാശക്തിയുടെ പ്രസിഡന്റ് ഇത്രയും ബാലിശമായി പെരുമാറിയത് അമേരിക്കൻ മാധ്യമങ്ങൾക്കും വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു കാലത്ത് ലോകത്തെ നിയന്ത്രിച്ചിരുന്ന യൂറോപ്പും അമേരിക്കയും ഒരു ഫോട്ടോയുടെ പേരിൽ തമ്മിലടിക്കുമ്പോൾ മറുവശത്ത് വളരെ ഗൗരവകരമായിട്ടുള്ള ചർച്ചകളിലൂടെ ആഗോളതലത്തിൽ കൂടുതൽ കരുത്താർജിക്കുകയാണ് ഇന്ത്യ. അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് യൂറോപ്പിന് ബോധ്യമാകുകയാണ് ഒടുവിൽ. അതേസമയം ഇന്ത്യ പാശ്ചാത്യ രാജ്യങ്ങൾ പോലും അംഗീകരിക്കുന്ന ഒരു അനിഷേധ്യ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ട്രംപിന്റെ ഈ പ്രവൃത്തിയിലൂടെ നാറ്റോ സഖ്യത്തിൽ നേരത്തെ തന്നെ വീണ വിള്ളലുകൾ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. ചുരുക്കത്തിൽ ട്രംപിന്റെ അഹങ്കാരവും മറുഭാഗത്ത് ഇന്ത്യ പുലർത്തുന്ന നയതന്ത്ര മാന്യതയും ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കും മാറ്റങ്ങൾക്കും ഒക്കെയാണ് വഴിയൊരുക്കുന്നത്. ന്യൂസ് ഡെസ്ക്.